കേരള നിയമസഭയിലെ പ്രാതിനിധ്യം നോക്കിയാൽ ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് മതിയായി എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. 1987 കേരം തെങ്ങും കേരള നാട് KR ഗൗരി ഭരിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് രാഷ്ട്രീയ അന്ന് മത്സരിക്കുക പോലും ചെയ്യാത്ത ശ്രീമാൻ നായനാരെ കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി ഗൗരി അമ്മയെ പടിയടച്ച എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. സ്ത്രീകളെ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഞങ്ങൾ തുറന്നങ്ങ് സംസാരിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല എന്നൊരു മുൻകൂർ ജാമ്യത്തോടെ തന്നെ തുടങ്ങട്ടെ. എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഇവർ 3 പേരോടും ഒരിക്കലെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ശ്രീമതി KK ശൈലജ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടിയാൽ താങ്കൾ എടുക്കുന്ന ആദ്യത്തെ തീരുമാനം എന്തായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക, സങ്കല്പിക്കുക നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ മന്ത്രിയായിരുന്നപ്പോൾ എന്ത് ചെയ്തു, MLA ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു, അതുപോലെയാണ് ഒരു സ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചോദ്യം സാങ്കല്പികമാണ്. എങ്കിലും സ്ത്രീകൾ മുഖ്യമന്ത്രിയായല്ല, ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായി പദത്തിലെത്തിയാൽ ഒരുപക്ഷെ സ്ത്രീക്ക് ഒരു മാതൃകകളില്ല. സ്ത്രീകൾ എങ്ങനെ ആ സ്ഥാനത്തെത്തിയാൽ എന്താണ് ചെയ്യുക? നീ ഒന്നും പണയണ്ട. ശോഭാ സുരേന്ദ്രൻ, മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടിയാൽ താങ്കൾ എടുക്കുന്ന ആദ്യത്തെ തീരുമാനം എന്തായിരിക്കും? അത്തരത്തിൽ ഒരു കസേര ഒരു ദിവസമെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു ജനസഭ വിളിച്ചു ചേർത്തുകൊണ്ട് എങ്ങനെ കേരളത്തെ നമുക്ക് കുറേ കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചോദ്യവും ആ ജനസഭയിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ചുകൊണ്ട് നമ്മളെ മോൾഡ് ചെയ്താൽ എന്താണ് കുഴപ്പം? നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വളരെയധികം വർദ്ധിക്കുന്നു. കുട്ടികൾ പോലും അതിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഷാനി എന്നോട് ഒരു 10 ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേര തന്നാലോ എന്നുള്ള ചോദ്യം കേൾക്കാനാണ് എനിക്കിഷ്ടം. അതായത് ആ മയക്കുമരുന്നിൻ്റെ വലിയ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ചിന്തയും എൻ്റെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം പലപ്പോഴും പറയുന്ന പരാതി ഞങ്ങളുടെ ഈ ടാക്സ് ഷെയർ നമുക്ക് സ്റ്റേറ്റിന് കിട്ടുന്നത് പോരാന്നുള്ളതാണ്. അത് നേരിട്ട് മന്ത്രിസഭയിൽ കുറച്ച് നാൾ പങ്കാളിയായതുകൊണ്ട് എനിക്കതിൻ്റെ അനുഭവമുണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ ഹെൽത്ത് സെക്ടറിന് കിട്ടുന്ന ഷെയർ പോരാ. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിനോട് ഒരുപാട് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അത് ഏത് പാർട്ടി ഭരിക്കുമ്പോഴും അവിടെ ആ കിട്ടുന്ന ഷെയർ ഉപയോഗിച്ച് കേരളത്തിൻ്റെ നാനാവിധമായ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഞെരുക്കം അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടാക്കണം. ഇതവിടെ സ്ത്രീ ആയാലും പുരുഷനായാലും ആ കസേരയിൽ ആ പ്രശ്നത്തിന് വ്യത്യാസം വരുന്നില്ല. ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നമ്മളിപ്പോൾ 33% വനിതാ സംവരണം കൊണ്ടുവരികയാണ്. 2029 അത് യാഥാർത്ഥ്യമാകും എന്ന് പറയുന്നു. ചരിത്രപരമാണ്, ഒക്കെ ശരിയാണ്. ശരിക്കും നമ്മൾ സ്ത്രീകൾ അർഹിക്കുന്നത് എത്ര ശതമാനം പ്രാതിനിധ്യമാണ്? സംവരണമല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അർഹിക്കുന്നത് എത്രമാത്രം പ്രാതിനിധ്യമാണ്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, സ്ത്രീകൾക്ക് കുറെ കൂടുതൽ വാതിലുകൾ തുറന്നു കൊടുത്തുകൊണ്ട് സ്ത്രീയെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ അത് ലോകം ചർച്ച ചെയ്യപ്പെടുകയും നമ്മൾ ഇന്ന് സാമ്പത്തിക മേഖലയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുകയാണ്, ഞാൻ 5ാമത്തെ സാമ്പത്തിക ശക്തി എന്നുള്ള രീതിയിൽ നിന്ന് 3ാമത്തെ സാമ്പത്തിക ശക്തിയിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും വലിയ ഒരു കടമയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ് വനിതാ സംവരണം എന്നുള്ളത്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അപ്പൊ ഈ വനിതാ സംവരണത്തിൽ 33% എന്നുള്ളത് അദ്ദേഹം ഇവിടെ തീരുമാനമെടുത്തപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള പുരുഷന്മാരുടെ ചുമലിൽ ഏൽപ്പിച്ചിട്ടുള്ള വലിയ ഒരു ഭാരം തന്നെയാണ്. നേരത്തെ ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൈല ടീച്ചർ പറയായിരുന്നു, ജയ ജയ ഹേ സിനിമ കണ്ടു, ബേസിലിനെ അതിനകത്ത് ചവിട്ടി തൊഴിക്കുന്ന ഒരു സീനുണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പുരുഷാധികാരത്തിന് നേരെ, കേരളത്തിലെ എന്ന് ഞാൻ പറയുന്നില്ല, പുരുഷാധികാരത്തിന് നേരെയുള്ളൊരു ചവിട്ടാണത്. കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴെങ്കിലും ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു ചവിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് ആവശ്യമുണ്ട് എന്ന്?
വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. ശോഭാ സുരേന്ദ്രൻ അത്തരത്തിൽ, അതായത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾക്ക് നമ്മൾ എപ്പോഴും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ വളരെ കടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ഈ അവസരങ്ങൾ തന്നതിന് വളരെ നന്ദിയുണ്ട്, ഞങ്ങൾ ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കില്ല, ഒന്നും ചോദിക്കില്ല, എപ്പോഴും കടപ്പെട്ടവരായിരിക്കണം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ എവിടെ വരെ ആകാം എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നൊരു ചിന്ത രാഷ്ട്രീയ നേതൃത്വത്തിനും ഇല്ലേ? താങ്കൾക്കത് അനുഭവമില്ലേ? എന്തൊരു ചൊറിച്ചില്. നേരത്തെ ഷാനി പറഞ്ഞില്ലേ, അതായത് നന്ദി പറയുക എന്നുള്ളത്. ഞാനൊക്കെ നന്ദി പറയുന്നത് ആരോടാണെന്നറിയുമോ? ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് പട്ടിണി കിടന്ന് ദുരിതമനുഭവിച്ച് പൊതുസമൂഹത്തിലേക്ക് കടന്നു വന്ന സമയത്ത് എന്നേക്കാൾ കൂടുതൽ കഴിവുള്ളവർ നിരവധി പേർ നിരവധി രംഗങ്ങളിൽ ഉണ്ടായിട്ടും എൻ്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒരു സ്ത്രീ ആയിട്ട് കണക്കാക്കാതെ ഒരു പുരുഷന് തുല്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് അവർ പിടിച്ച കൊടിയും അവർ വിളിച്ച മുദ്രാവാക്യവും അതിനെ കൂടുതൽ ആ പ്രവർത്തകരെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് ചില ഘട്ടങ്ങളിൽ ലക്ഷ്മണരേഖ വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ പറ്റില്ല എന്നുള്ളതാണ്. അതായത് സ്ത്രീ, അമ്മ, സഹോദരി, അവൾ തന്നെയാണ് ഈ സമൂഹത്തെ നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ശോഭ പറയുമ്പം ഈ രാജ്യത്തെ 5ാമത്തെ ശക്തിയിൽ നിന്നും 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർത്തിയെടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. വളർത്താൻ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഒരു രാജ്യത്തെ സാമ്പത്തിക വളർച്ച അത് വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പത്തിൻ്റെ കണക്ക് വെച്ചിട്ട് ലോകത്തിലെ വൻ ശക്തിയാണെന്ന് പറയുകയല്ല വേണ്ടത്. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താ? നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ 100 പേരെ എടുത്താൽ 30 പേര് എക്സ്ട്രീം പോവർട്ടിയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള അതിദരിദ്രരായിട്ടുള്ള ഒരു ജനതയടങ്ങിയ ഒരു രാജ്യം സാമ്പത്തികമായിട്ട് കുറച്ച് മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളും ആ മേഖലയിൽ വളർച്ചയുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് നമുക്കെങ്ങനെ പറയാൻ സാധിക്കുക? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്തുകൊണ്ട് ഈ 33% സംവരണത്തിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കണ്ട എന്നാണ് ശ്രീമാൻ ലാൽകൃഷ്ണ അദ്വാനി പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടി 15 വർഷം മുമ്പ് തീരുമാനമെടുത്തതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ പാർട്ടിയിലെ 10 സ്ത്രീകൾ അവർ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നത്. എന്ത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ തീരുമാനം എടുത്തിട്ടില്ല നമ്മുടെ രാജ്യത്ത്. അതല്ല ഉദ്ദേശം. അതായത് മുരളി മനോഹർ ജോഷിജിയും അദ്വാനിജിയും ഒരുമിച്ചിരുന്നു കൊണ്ട് അവരെടുത്ത തീരുമാനം എന്തായിരുന്നു? ദേവഗൌഡയുടെ കാലഘട്ടം മുതലേ ഈ ബില്ല് പിച്ച് ചീന്തലും വലിച്ചെറിയലും ഇത് നടപ്പിലാക്കാൻ സാധിക്കാതെയും വന്ന സമയത്താണ് പറഞ്ഞത് ഈ പാർട്ടി ആദ്യം തീരുമാനിക്കട്ടെ. അങ്ങനെ 33% സംവരണം പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കി. അതെന്തുകൊണ്ടാണ് കേരളത്തിലെ പുരോഗമന പാർട്ടി എന്ന് പറയുന്ന ടീച്ചറുടെ പാർട്ടിക്ക് അവരുടെ പാർട്ടിക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കാത്തത്? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇത് ശൈലജ ടീച്ചറെ സംബന്ധിച്ച് കുറച്ചുകൂടി കടുത്ത രീതിയിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണ്ടേ? ഇവിടെ 20 വർഷമായിട്ട് ഞാൻ BJPയിൽ നിന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള സ്ത്രീക്ക് വേണ്ടി പറയുന്നു, കോൺഗ്രസിനകത്തുള്ള സ്ത്രീക്ക് വേണ്ടിയിട്ട് പറയുന്നു. കാരണം എന്താണ്? ആ കേരള നിയമസഭയ്ക്കകത്ത് ഒരു 33% പകുതി സ്ത്രീകൾ വരണമെന്ന ആഗ്രഹമുള്ള സ്ത്രീകൾ കേരളത്തിൽ അവർ അങ്ങനെ ശക്തമായിട്ട് നിന്ന് പ്രവർത്തിക്കണ്ടേ നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്? അപ്പോഴല്ലേ ഇത് കണ്ണു തുറക്കപ്പെടുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. വേണ്ടത്ര പ്രാതിനിധ്യം ആയിട്ടില്ല എങ്കിലും കേരള നിയമസഭയിലെ പ്രാതിനിധ്യം നോക്കിയാൽ ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് മതിയായി എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. 1987 കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് രാഷ്ട്രീയ അന്ന് മത്സരിക്കുക പോലും ചെയ്യാത്ത ശ്രീമാൻ നായനാരെ കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി ഗൗരി അമ്മയെ പടിയടച്ച് മത്സരിക്കുക പോലും ചെയ്യാത്ത ശ്രീമാൻ നായനാരെ കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി ഗൗരി അമ്മയെ പടിയടച്ച് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തീരുമാനം ചരിത്രമാണ്. അങ്ങനെ നായനാരെ പിന്നീട് മത്സരിപ്പിച്ച് ആ ഗൗരിയമ്മ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഈ ചർച്ച ഇന്ന് കേരള നിയമസഭയ്ക്കകത്ത് ഒരു 40% സ്ത്രീകൾ അവർ സ്വമേധയ ഏതു പാർട്ടിയിൽ നിന്നും വന്നിരിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗൗരിയമ്മ അന്ന് സഖാവായിരുന്നു. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.